നമ്മൾ രാവിലെ ഇങ്ങനെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ കാണാം ഇങ്ങനെ കുറേ ആൾക്കാർ നടക്കുന്നത്. ഇവരൊക്കെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇവർ ഹെൽത്തി ആണ്, ഇവര് രാവിലെ നല്ല നടക്കുന്നുണ്ട്, ഇവര് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഇവർ നടക്കുന്നുണ്ട്, ഇവര് ഹെൽത്തി ആണെന്നുള്ളതാണ് ഇവര് പൊതുവെ ഇവരൊരു കോൺസെപ്റ്റ്. പക്ഷെ നടത്തം മാത്രം മതി നമ്മളെ ഹെൽത്തി ആക്കാൻ. വാക്കിംഗ് എന്നുള്ളത് ഒരു ഗുഡ് എക്സസൈസ് ആണ്, പക്ഷെ അത് മാത്രം പോരാ. നമുക്ക് ഒരു 40 ഇയേഴ്സിനൊക്കെ ശേഷം നമ്മളെ ബോൺ ഡെൻസിറ്റി എന്താണ് ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 1% കൊല്ലത്തിൽ കുറയുന്നാ പറയുന്നത്. ഇത് നമ്മളെ എങ്ങനെ ബാധിക്കാണ്ടിരിക്കും എന്നതാണ് കാര്യം. അപ്പൊ നമ്മൾ ഡെയിലി നടക്കണോണ്ട് എന്തെങ്കിലും നമുക്ക് ജോയിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, ജോയിന് നല്ല മൂവ്മെന്റ്സും റേഞ്ചും എല്ലാം ഉണ്ടാവും. പക്ഷെ അവിടെ ഒരിക്കലും എന്താവുന്നില്ല, മസിൽസിന് സ്ട്രെങ്ത് വരുന്നില്ല. മസിൽസിന് സ്ട്രെങ്ത് വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അത് നിർബന്ധമാണ്. അപ്പം നടത്തം എന്തായാലും ഇപ്പൊ പണ്ട് ഡോക്ടേഴ്സിനോടൊക്കെ പോയാൽ ഡോക്ടേഴ്സ് പറയലുണ്ട് നടക്കിയെന്ന്. പക്ഷെ അതെന്താണ്, അറ്റ്ലീസ്റ്റ് യു വാക്ക് എന്നുള്ളൊരു സംഭവമാണ് അവർ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒന്നും ചെയ്യാത്തതിനേക്കാളും നല്ലതാണ് നിങ്ങൾ നടക്കുന്നത്. ഊരവേദന ആയാലും മുട്ടുവേദന ആയാലും ഒക്കെ വരാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് എടുത്തുകൊണ്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. അതൊന്നെങ്കിൽ നമ്മളെ ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ തെറാബാൻഡ് പോലത്തെ ഡംബൽസ് പോലത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സസൈസ് ചെയ്യാം.